നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വന്തം വീട് സ്വർഗമാകണമെന്നാണല്ലേ. എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരിക്കും. എന്നാൽ പല വീടുകളും ഇപ്പോൾ ഇരുണ്ട പ്രേതാലയം പോലെയാണ്. കൊല്ലും കൊലയും നടന്നതിൻ്റെ ചോരപ്പാടുകൾ. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ആ വീട്ടിലെത്തിയാൽ പേടി തോന്നും. സ്വന്തം മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ ഉമ്മർ ഫറൂഖിൻ്റെ ക്രൂരത വീട്ടുകാരെ മാത്രമല്ല ഒരു നാടിനെ തന്നെ നടുക്കിയതാണ്. മകളെ കൊന്നതിൻ്റെ ലെവലേശം കുറ്റബോധമോ പശ്ചാത്താപമോ അയാൾക്കില്ല. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ യാതൊരു കൂസലമില്ലാതെയാണ് അയാളെ കണ്ടത്. എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട്. മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് നഗറിൽ മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കരണവും പോലീസ് നടത്തി. ഈ മാസം 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേഖുഞ്ഞിയെയും ഉമർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷേഖുഞ്ഞിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഷേഖുഞ്ഞിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും രോഷപ്രകടനവും ഉണ്ടായി. പ്രതിയെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ലഹരിക്കടിമയായ ഉമർ ഫറൂഖ് ഭാര്യയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച മറിയം ജുമൈല. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.